ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് ഹംസത്ത് ലിബാനേക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് 2 മോഡൽ എക്സാം അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. സോ നമ്മൾ ആൻസർ കീ ഒന്ന് നോക്കാം കേട്ടോ. സോ ഈ ആൻസർ കീയിൽ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീ നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോകുമ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പൊ ഇതിലെ എക്സാം നന്നായി നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ പഠനം മൊത്തം കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ എക്സാമിന്റെ തലേ ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ മോഡൽ എക്സാമിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ലൈവിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകണം. ഇനി മോർ ഓവർ രണ്ടാമതൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. സോ ഈ ചാപ്റ്റർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം. സോ ഇതൊരു എന്താണ് നമ്മുടെ മോഡൽ എക്സാം അല്ല, അപ്പം ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഫൈനൽ എക്സാമിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മോർ ഓവർ ഈ ക്വസ്റ്റ്യൻസുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യാനല്ല ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഡിസ്കഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസ് ആകും. ഒന്ന്, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ സമയത്തുള്ള പ്രോഫിറ്റും ലോസും അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. അത് റിട്ടയർമെന്റ് ആയാലും അഡ്മിഷൻ ആയാലും ഏത് കേസ് ആണെങ്കിലും റീവാലുവേഷനിൽ പ്രോഫിറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് ഏത് റേഷ്യോയിലെ ഷെയർ ചെയ്യാം, അത് ഓൾഡ് റേഷ്യോയിൽ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ. ദെൻ ഇൻ ദ അബ്സെൻസ് ഓഫ് റിട്ടേൺ അഗ്രിമെന്റിന്റെ അബ്സെൻസിൽ അഥവാ പ്രത്യേകിച്ച് റിട്ടേൺ അഗ്രിമെന്റ് ഒന്നുമില്ല, അങ്ങനെ ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് എന്ത് ലഭിക്കും? സോ സാലറി കിട്ടൂല, കമ്മീഷന് കിട്ടുക, പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് കിട്ടും അല്ലെ, ശരിയാണ്. പക്ഷേ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതുപോലെ ശരിക്കും ആൻസർ എന്താ? ഇൻട്രസ്റ്റ് ലോൺ. അത് ലോസ് ആണെങ്കിലും എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ലോൺ കിട്ടും അല്ലെ, 6% കിട്ടും. സോ അതാണ് ഇവിടുത്തെ റൂൾ എന്നുള്ളത്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. നല്ല രീതിയിൽ പഠിച്ചു നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, തിയറിറ്റിക്കൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ഡീഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ ഇനി ഡിസൊല്യൂഷന് സമയത്ത് ഒരു ലയബിലിറ്റി ഉണ്ട്, അതൊരു പാർട്ട്ണർ ഏറ്റെടുത്താൽ അത് എങ്ങനെയാണ് അതിന്റെ ജേണൽ എൻട്രി നോക്കാം. അത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിലേക്കാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ അതിന്റെ ജേണൽ എൻട്രി അറിയും, എല്ലാവർക്കും അറിയാം. എന്താ ഒരു ലയബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ എൻട്രി എന്താ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റി ആണോ? അല്ല, ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് വരുന്നത്. അഥവാ ലയബിലിറ്റി നമ്മൾ ഡെബിറ്റ് ചെയ്യില്ല, പകരം എന്താ ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുക, അത് പോകുക. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ജേണൽ എൻട്രി ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതേപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. മോർ ഓവർ 3, 4, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അവിടെയും ചോദിക്കും. കാണിച്ചാൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഓൺ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ, ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മൾ എന്താ ചെയ്യാം? ഒരു പുതിയ പാർട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു അൺറെക്കോർഡ് മീൻസ് എന്താ, റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു ലയബിലിറ്റി ഉണ്ട്. അതെന്ത് ചെയ്യും, നമ്മൾ എന്താ ചെയ്യുക? സിമ്പിൾ ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, അതിനെ ഡെബിറ്റ് ആണ് ചെയ്യുക അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അതിനെന്താ ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ട് എന്താ ചെയ്യുക? റീവാലുവേഷനിൽ ഏത് സൈഡിൽ ചെയ്തും ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം എന്താ എൻട്രി ഒരു അൺറെക്കോർഡ് ലയബിലിറ്റി അല്ലേ, ഞാൻ അസറ്റ് ആണെന്ന് വിചാരിച്ചു. എന്താ ഏത് സൈഡിലാണ്? ഡെബിറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതിന്റെ ജേണൽ എൻട്രി എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റി അക്കൗണ്ട്. അപ്പൊ അതിന്റെയും റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. വെൻ ഓൾ പാർട്ട്നേഴ്സ് ഓർ ഓൾ ബട്ട് വൺ പാർട്ണർ ബിക്കം ഇൻസോൾവെന്റ്, എല്ലാ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരാളൊക്കെ ബാക്കി എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് ആയാൽ അത് ഏത് ടൈപ്പ് ഓഫ് ഡിസൊല്യൂഷൻ ആണ്? ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ആണോ? അല്ല, ഏതെങ്കിലും പാർട്ണർ നോട്ടീസ് കൊടുത്ത് ഡിസൊല്യൂട്ട് ചെയ്യുമ്പോൾ അത് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ആവുക. കോടതി ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് ആണോ? അല്ല, എല്ലാ പാർട്ട്നേഴ്സും സമ്മതിച്ചിട്ടാണ് ഇത് ഇൻസോൾവെന്റ് ആകുന്നത്? അല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. എന്താണ്? കമ്പൽസറി ഡിസൊല്യൂഷൻ അല്ലെ. ഇവരെല്ലാവരും ഇൻസോൾവെന്റ് ആയപ്പോൾ എന്ത് ചെയ്തു? കമ്പൽസറിലി ഡിസൊല്യൂട്ട് ആയി. കാരണം നമുക്ക് ആർക്കും ഇതിനുള്ള കഴിവില്ല, നമുക്കിത് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം, അത് കമ്പൽസറിലി ഡിസൊല്യൂട്ട് ആയി പോവാണ്. നോക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 7 lakhs ആണ്. നെറ്റ് അസറ്റ് എത്രയാ? 6 lakh. അപ്പൊ നമ്മുടെ ആവറേജ് പ്രോഫിറ്റിന് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇതാണ് എന്ത്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തു അല്ലെ. സോ അതെന്താണ്? അത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 7 lakhs ആണ്. നമ്മുടെ അസറ്റ് നെറ്റ് അസറ്റ് മീൻസ് എന്താ? നമ്മുടെ ക്യാപിറ്റൽ. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ. നമ്മുടെ ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണ്? 6,10,000. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ശരിക്കും നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 7 ലക്ഷത്തിന്റെ ക്യാപിറ്റൽ വേണം. പക്ഷെ നമുക്ക് ആകെ 6,10,000 ക്യാപിറ്റലേ ഉള്ളൂ. അങ്ങനെ ഗുഡ് വിൽ എത്രയാണ്? ഏത് മെത്തേഡിൽ? ക്യാപിറ്റലൈസ്ഡ് മെത്തേഡിൽ. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ ആണ് എന്ത്? നമ്മുടെ ഗുഡ് വിൽ അല്ലെ. സോ ആക്ച്വൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഗുഡ് വിൽ. അപ്പൊ അതെങ്ങനെ കാണാം നോക്കുക. 7 lakh മൈനസ് 6,10,000 എത്രയാ? 90,000. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 90,000 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. എന്താ? ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് കണക്റ്റഡ് ടു സം ഫാക്ടേഴ്സ്.
ഗുഡ്വിൽ പല ഫാക്ടേഴ്സ് അല്ലെ, ഗുഡ്വില്ലിനെ ബന്ധപ്പെട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഗുഡ്വിൽ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ദ ബിസിനസ്, മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി, ടൈം ഫാക്ടർ, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് നേടിയാൽ അതെന്തായിരിക്കും, നല്ല ഗുഡ്വിൽ ആയിരിക്കും. മാർക്കറ്റിന്റെ സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജ്, ദെൻ ക്യാപിറ്റൽ, കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് കൂടുതൽ എന്തുണ്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് വലിയ ഗുഡ്വിലായിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഒരു 1 ലൈനും കൂടി നീട്ടി ചെയ്താൽ ലൊക്കേഷൻ ഓഫ് ബിസിനസ്. അപ്പൊ നല്ല ലൊക്കേഷൻ ആണെങ്കിൽ നല്ല ഗുഡ്വിൽ ഉണ്ടാകും, മോശം ലൊക്കേഷൻ ആണെങ്കിൽ മോശം ബിസിനസ്. സോ അങ്ങനെ ഓരോ പോയിന്റിന്റെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ സെന്റൻസ് കൂടി എന്ത് ചെയ്യുക, കൊടുക്കണം കേട്ടോ. ഇത് നെക്സ്റ്റ് അനു മിനു 2 പേര് അല്ല 3 ആൾ, ജിനു 3 ആൾക്കാർ പാർട്ട്നേഴ്സാ. 3, 4, 2 ഇതാണ് റേഷ്യോ. ജിനു എന്ന് പറഞ്ഞ പാർട്ട്ണർ ഏതാ, 3ാമത്തെ ആൾ റിട്ടയർ ചെയ്തു അല്ലെ, 2 ഉള്ള ഷെയറിലാണ് റിട്ടയർ ചെയ്തു. അനു ആൻഡ് മിനു ഡിസൈഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 1:2. അപ്പൊ ഫ്യൂച്ചർ പ്രോഫിറ്റ് അഥവാ ബാക്കി ഇനിയുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യണം, 1:2 ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം, ഗെയിനിങ് റേഷ്യോ കാണണം. സോ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാണുക, ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ അല്ലേ, ആണല്ലേ. അപ്പൊ ആരതൊക്കെ നമ്മൾ കാണേണ്ടത്, നമ്മുടെ അനുവും മിനുവിന്റെ കാണണം അല്ലെ. എങ്ങനെയാ കാണുക, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗെയിനിങ് റേഷ്യോ. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ അല്ലെ. സോ ചെയ്യാം. ന്യൂ റേഷ്യോ എന്താ, 1:2. അപ്പൊ 1/3, 2/3. അതെങ്ങനെ 3, 1 + 2 = 3. 3 ഷെയറിൽ 1 ഷെയർ അനുവിനും 2 ഷെയർ മിനുവിനും. സോ 1/3, 2/3. ഇതാണ് ഇവർ 2 പേരുടെ ന്യൂ റേഷ്യോ. ഇനി ഇവർ 2 പേരുടെ ഓൾഡ് റേഷ്യോ കാണണം. ഓൾഡ് റേഷ്യോ എന്തായിരുന്നു, ഓൾഡ് റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട് 3, 4, 2. അഥവാ 3ഉം 4ഉം 2ഉം കൂട്ടിയാൽ എത്ര കിട്ടും, 9. അപ്പൊ 3/9, 4/9, 2/9. ഈ 2/9 വേണോ, നമുക്ക് ആവശ്യമില്ല. അപ്പം അനുവിന്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്, 3/9 ആണ്. മിനുവിന്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്, 4/9 ആണ് അല്ലെ. അപ്പൊ ഈക്വൽ ടു നോക്കാം, ഇതെങ്ങനെ കാണാം, 1 × 9 = 9, 3 × -3 = -9, by 3 × 9 = 27. അഥവാ 0/27. 0 വരൂ, 0 വരും. കണ്ടില്ലേ, ഈ ക്വസ്റ്റ്യൻ തന്നെ 0 വന്നിട്ടില്ലേ, 0 വരും കേട്ടോ. ഇതേപോലെ കഴിഞ്ഞതിന്റെ മുന്നത്തെ ഫൈനൽ എക്സാമിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ അല്ല, ഇതേപോലെ സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ കാണുമ്പോൾ 0 കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി നോക്കാം. 2 × 9 = എത്ര വരുന്നത്, 2 × 9 = എത്ര, 18. 3 × -4 = -12, by 3 × 9 = 27, 6/27. അഥവാ ഇവിടെ 0:6 ആണ്. 0:6 എന്ന് പറയുമ്പോൾ ഇവിടെ ഗെയിൻ ആർക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ മിനുവിന് മാത്രമേ ഉള്ളൂ. അനുവിന് എന്തില്ല, ഗെയിൻ ഇല്ല. അപ്പം ഇവിടെ നമ്മുടെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ എത്രയാ, 2/9 അല്ലേ. ഈ 2/9 മൊത്തം ആർക്കുള്ളതാ, ആ 2/9 അഥവാ 6/27 എന്ന് പറയുന്നത് 2/9 തന്നെയാണ്. ഈ 2/9 കംപ്ലീറ്റ്ലി ആരായിട്ട് എടുക്കുന്നത്, നമ്മുടെ മിനു മാത്രം ഏറ്റെടുക്കുന്ന, അനുവിന് എന്തില്ല, ഷെയർ കൂടുന്ന കേസ് ഇവിടെ വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താ, റൈറ്റ് ദ ജേണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലേ, ഡിസൊല്യൂഷന്റെ ജേണൽ എൻട്രീസ്, റിയലൈസേഷന്റെ ജേണൽ എൻട്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇവിടെയും വന്നിട്ടുണ്ട്. എന്താ, ക്ലോസിംഗ് വേരിയസ് അസറ്റ്സ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ്സ് ഫോർ ക്ലോസിംഗ് വേരിയസ് ലയബിലിറ്റീസിനെ ക്ലോസിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ജേണൽ എൻട്രീസ് എന്താ അവിടെ വരുന്നത്, ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക, ലയബിലിറ്റീസിനെ ഡെബിറ്റ് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത് എന്താണ്, അനൂപും പ്രദീപും പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ലോസ് ഷെയർ എത്ര, 3:2 ആണ്. അവരുടെ ക്യാപിറ്റൽ എത്ര, 1/1/2022 നോക്കാം, കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അനൂപിന് 50,000 ക്യാപിറ്റൽ ഉണ്ട്, പ്രദീപിന് 40,000 എന്ന് 2022 തുടക്കത്തിൽ ജനുവരി 1-ാം തീയതി ഉണ്ട്. അഡീഷണലി ജൂലൈയിൽ 20,000 രൂപ ആര് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ അനൂപ് കൊണ്ടുവന്നു. പ്രദീപ് എന്തില്ല, ഒന്നും പ്രത്യേകിച്ച് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം, ആദ്യം ആരുത് കാണാം, അനൂപിന്റെ കാണാം. അനൂപ് നല്ല പേരിലെ അനൂപ്. അനൂപിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അഥവാ 1/1/2022 ക്യാപിറ്റൽ 50,000. ഈ 50,000 എമൗണ്ട് ഇൻറ്റു റേറ്റ് എത്രയാണ്, റേറ്റ് ഇവിടെ തന്നിട്ടില്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, ഇല്ല. 8% ഇൻറ്റു 8/100 ഇൻറ്റു പീരീഡ് എത്രയാ, ജാനുവരി 1 മുതൽ ഉണ്ട് അല്ലെ, വർഷാവസാനം ഡിസംബർ 31. അപ്പൊ ജനുവരി മുതൽ ഡിസംബർ വരെ 12 മാസം ഉണ്ട്. സോ 12/12 ഈക്വൽ ടു എത്ര വരും, 4,000 4,000 rupees, 4,000 രൂപ. അപ്പം അഡീഷണൽ ക്യാപിറ്റൽ എത്രയാ, 20,000 കൊണ്ടുവന്നു അല്ലെ. എന്നാണ് 1/7/22 എത്രയാ, 20,000 ഇൻറ്റു 8/100 ഇൻറ്റു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 6 മാസം. സോ 6/12 ഈക്വൽ ടു നോക്കടാ, ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം.
1/2 4 800 4800 കിട്ടും. ഇതാണ് ക്ലിയർ. അപ്പം കറക്റ്റ് ആണല്ലേ? 200 ഇൻറ്റു യെസ് 4800 ആര്? നമ്മുടെ അനൂപിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അങ്ങനെയാകുമ്പം പ്രദീപിന്റെ എങ്ങനെ കാണാം? സിമ്പിൾ ആണ്. പ്രദീപിനാകെ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, 40,000 അല്ലേ? സോ 40,000 ഇൻറ്റു ക്ലിയർ ആയില്ല അല്ലേ? റെഡി ആയി തരാം. 40,000 ഇൻറ്റു എത്ര പെർസെന്റേജ് ആണ്? എത്ര പെർസെന്റേജാ? 8/100 ഇൻറ്റു 12/12. കാരണം എന്താ? April 1 മുതൽ ആ ഒരു എമൗണ്ട് ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടില്ല, വിഡ്രോവൽ ഇല്ല. സോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുക 3600 3600 ആണ് ആരുടെ ഇൻട്രസ്റ്റ്? നമ്മുടെ ഇയാൾ പറഞ്ഞ ആരാ? പ്രദീപിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 4800 ആരുടെ? അനൂപിനും. 3600 ആരുടെ? പ്രദീപിന്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ക്ലിയർ അല്ലേ? സമझ हो गया? സെറ്റ് ആണ് അല്ലേ? ഓക്കെ. ഇനി അടുത്തത് കാൽക്കുലേറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ചെയ്തു. ഇനി സോഹൻ മോഹൻ ആർ പാർട്ട്നേഴ്സ്, 2 പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആണ്. ദേ അഡ്മിറ്റ് രമേശ് എന്ന് പറഞ്ഞ പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തു. ന്യൂ റേഷ്യോ എത്ര? 4:2:1 ആണ്. കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ കാണണം. എങ്ങനെയാ സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു എങ്ങനെയാ കാണുന്നത്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് അല്ലേ? സോ ആരൊക്കെ? സോഹൻ മോഹൻ 2 ആൾക്കാരുണ്ട് അല്ലേ? സോഹൻ മോഹന്റെ സോ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലേ? നോക്കാം. സോഹന്റെ നോക്കാം. സോഹന്റെ ഓൾഡ് റേഷ്യോ എത്ര? 5:3. അപ്പം 5/8 3/8 ആണ് അല്ലെ? 5 + 3 8 ആണ് അല്ലെ? സോ 5/8 മോഹന്റേത് 3/8. ഇപ്പൊ ന്യൂറേഷൻ എത്ര? 4/4 + 6 7 4/7 2/7 1/7. കറക്റ്റ് തന്നെയല്ലേ? അതെ. അപ്പൊ മൈനസ് ന്യൂ റേഷ്യോയില് 4/7 മൈനസ് 2/7 നോക്കാം. 5 × 7 35 8 × -4 16 32 മൈനസ് 32 8 × 7 40 48 56 56 ഈസ് ഈക്വൽ ടു 3/56. ഇവിടെ നോക്കാം. 3 × 7 ഈസ് ഈക്വൽ ടു 21. 8 × -2 ഈസ് ഈക്വൽ ടു -16. 8 × 7 ഈസ് ഈക്വൽ ടു 56 ഈസ് ഈക്വൽ ടു 21 - 16 എത്രയാ? 5/56 അഥവാ 3:5 ആണ് ഇവരുടെ എന്ത് മക്കളെ? സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലെ? സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണ്? 3:5 ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഗുഡ്വില്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് മെത്തേഡിൽ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ. ഏത് മെത്തേഡാ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ. സോ ആവറേജ് പ്രോഫിറ്റ് 38,000. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദ ഫേം 3 lakhs. ഫെയർ NRR നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. ഗുഡ്വിൽ കണ്ടെത്തണം. ഏത്? 4 years ഓഫ് പർച്ചേസ് പീരീഡിൽ. സോ ഏത് മെത്തേഡാണ് മക്കളെ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ്. സോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ എങ്ങനെ കാണുക? ആദ്യം എന്ത് കണ്ടെത്തണം? ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. ആവറേജ് പ്രോഫിറ്റ് 38,000 ആണ്. നെക്സ്റ്റ് എന്താണ്? നോർമൽ പ്രോഫിറ്റ് കിട്ടണം. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണുക? ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റൽ എത്രയാ? 3 lakh. സോ 3 lakhs ഇൻറ്റു നോർമൽ റേറ്റ് എത്രയാ? 10%. സോ 10/100 ഈസ് ഈക്വൽ ടു 30,000 ആണ്. ഇനി എന്ത് ചെയ്യണം? സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് 38,000 എന്ത് ചെയ്യണം? 30,000 മൈനസ് ചെയ്യണം. സോ ഈസിക്കൽ എത്ര കിട്ടും? 8,000. സോ 8,000 ആണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റിൽ ഗുഡ്വിൽ എങ്ങനെ കാണാം? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ് എത്ര? 4 years. അപ്പം 8,000 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 32,000. 32,000 ആണ് ആക്ച്വലി നമ്മുടെ എന്ത്? ഗുഡ്വിൽ. വളരെ സിമ്പിൾ ടക്കണ ക്വസ്റ്റ്യൻ ആണ്. മനു എ പാർട്ണർ ഇൻ ദ ഫേം വിഡ്രൂ 5,000 പെർ മന്ത്. ഒരു മാസം 5,000 വീതം വിഡ്രോ ചെയ്യുന്നുണ്ട്. 8% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കാണാം. എങ്ങനെയാ? ഏത്? എവറി മന്തിന്റെ ബിഗിനിങ്ങിൽ, എവറി മന്തിന്റെ മിഡിൽ, എവറി മന്തിന്റെ എൻഡിൽ. അപ്പൊ എങ്ങനെ കാണാം? എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു പീരീഡ് ആണ്. എമൗണ്ട് എത്രയാ? 5,000 പെർ മന്ത് അല്ലെ? 5,000 അല്ലെ? 5,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എത്രയാ? 60,000. ഒരു വർഷം 60,000 വിഡ്രോ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം 60,000 60,000 ഇൻറ്റു എമൗണ്ട് ഇൻറ്റു റേറ്റ് എത്രയാ? 8/100 ഇൻറ്റു പീരീഡ് ആവറേജ് പീരീഡ് ആണ്. ഓരോ മാസം വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ആവറേജ് പീരീഡ്. ആവറേജ് പീരീഡ് ഇവിടെ എത്രയാ? ബിഗിനിങ് ഫസ്റ്റ് ഡേ ഓഫ് മന്ത് ആവുമ്പോൾ എന്തായിരിക്കും? 6.5/12 ആയിരിക്കും. സോ ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ 3 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം,
ഈ 3 ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം, 2 കൊടുക്കാം. അപ്പൊ 200 400 400 ഇൻറ്റു ആർ എത്രയാണ്? 2400 2600 റുപ്പീസ്. സിമ്പിൾ ആണ്, കാൽക്കുലേറ്റർ ഒന്നും ആവശ്യമില്ല. ഇനി മിഡിൽ ആണെങ്കിലോ 60,000 ഇൻറ്റു 8% ഇൻറ്റു 6/12 വരിക. അതെന്താ 6/12? മന്തിന്റെ മിഡിൽ ആകുമ്പോൾ 6/12 കൊടുക്കുക. സിമ്പിൾ ആണ്. ഇവിടെ 1/2 ഇടുക. ഈ 2 എന്ത് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം, 4 ആക്കാം. ഇത് ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം. 600 × 4 = 2400. അപ്പൊ ഉറപ്പാണ് ഇതിന് ഉത്തരം എത്ര ഉണ്ടാവുക അറിയോ? 2200 ഉണ്ടാവുക. കാണിച്ചരാ. 60,000 ഇൻറ്റു ഇതിന്റെ എൻഡ് അല്ലേ, അപ്പം 8% ഇൻറ്റു 5.5/12 നോക്കാം. ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 2/3. ഇതൊരു കാൽക്കുലേറ്റർ അല്ലാതെ കട്ട് ചെയ്യുന്ന മെത്തേഡ് ആട്ടോ. നിങ്ങൾ ഇപ്പം മനസ്സിലായിക്കൊള്ളുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ കുറെ വർഷമായി പ്രാക്ടീസ് ചെയ്തതിന്റെ ഭാഗമായി കിട്ടിയതാണ്. 3 ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക. 200 400 400 × 5 2200 കറക്റ്റ് കണ്ടോ? ഇതാണ് ആൻസർ. ആൻസർ ആദ്യം കണ്ടെത്തോ, എന്നിട്ട് ഇക്വേഷൻ ഇടും. അതൊക്കെയാണ് ലിബാൻസർ ഐഡിയ എന്ന് പറയുന്നത്. റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്തൊക്കെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്? നമ്മളെ വ്യത്യാസം നോക്ക്. ടെർമിനേറ്റ് ചെയ്യോ? പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യില്ല, പക്ഷെ ഫേം ഡിസൊല്യൂട്ട് ചെയ്യുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ തിയറി ക്വസ്റ്റൻസിൽ പെട്ടതാട്ടോ. സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിന്റെ സെറ്റിൽമെന്റ് എന്താ ചെയ്യുക? അസറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസും റീവാല്യൂ ചെയ്യും. പക്ഷെ ഫേം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അത് റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുക. കോടതി ഇടപെടോ? കോടതി ഇടപെടൂല. പക്ഷെ ഇവിടെ കോടതി സംടൈംസ് മേ ഇന്റർവെൻ. എക്കണോമിക് റിലേഷൻഷിപ്പ് എന്താവും? അതെന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. എങ്ങനെ? കണ്ടിന്യൂ ഇൻ എ ചേഞ്ച്ഡ് ഫോം. ഇതെന്താവും? എക്കണോമിക് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എൻഡാവും. ബുക്സ് ക്ലോസ് ചെയ്യോ? ബുക്സ് ക്ലോസ് ചെയ്യില്ല. ഇവിടെ എന്ത് ചെയ്യും? ബുക്സ് ക്ലോസ് ചെയ്യും. ഇനിയും ആൻസേഴ്സ് ഉണ്ട്. ന്യൂ ബാലൻസ് ഷീറ്റ് അഥവാ ബാലൻസ് ഷീറ്റ് എന്താ ചെയ്യുക? ഇവിടെ ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇവിടെ ബാലൻസ് ഷീറ്റ് എന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. പിന്നെ എന്ത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക? ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് തമ്മിലുണ്ട് കേട്ടോ. സോ നമുക്ക് ഏത് നോക്കിയാലും ഈസി ആക്കി മനസ്സിലാക്കിയിട്ടാ വെക്കാം. ദെൻ റിട്ടയർമെന്റിന്റെ കേസിലുള്ള 6 അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ? ഫസ്റ്റ് റിട്ടയർമെന്റ് എന്താ? ന്യൂ റേഷ്യോ കാണണം. ദെൻ എന്താ? ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഗുഡ് വിൽ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ റിസർവ്സുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അസറ്റ്സും ലൈബിലിറ്റീസും റീവാല്യൂ ചെയ്യണം. ഇപ്പൊ തന്നെ എത്ര ഉണ്ടായി? 5 എണ്ണായി. ഇനി എന്ത് ചെയ്യണം? റിട്ടയർമെന്റ് ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യണം. റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് സെറ്റിൽ ചെയ്യണം, അല്ലെ? സെറ്റിൽമെന്റ് ചെയ്യണം. ഇന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. 9 എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും 6 എണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ദെൻ ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ജേണൽ എൻട്രീസ് ഉണ്ടാവുക? ഒന്ന് നോക്കാം. ഫിക്സ് അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? സിമ്പിൾ ആണ്. ഫിക്സ് അസറ്റിന് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അടുത്തെന്താണ്? ജനറൽ റിസർവ് ഉണ്ട് അല്ലെ? അത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ എന്താ എൻട്രി? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ലയബിലിറ്റി കുറയുമ്പോൾ ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം. സിമ്പിൾ. അടുത്ത SA മോഡൽ ക്വസ്റ്റ്യൻസ് ആട്ടോ. രാഹുലും രവിയും പാർട്ട്നേഴ്സാ. AB ട്രേഡിംഗ് ട്ടോ. AB ട്രേഡേഴ്സ്. പ്രോഫിറ്റ് ലോസ് ഏത് റേഷ്യോ? 3:2 ആണ് ട്ടോ. ബാലൻസ് ഷീറ്റ് കണ്ടോ? 1,10,000 ആണ് ടോട്ടൽ. 1,10,000 ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല. ആകെ ഇവിടെ റിസർവ്സും കാര്യങ്ങളും ഇല്ല. അപ്പം ജസ്റ്റ് റീവാലുവേഷനിൽ നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിയലൈസ്ഡ്. ആക്ച്വൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര? ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റീവാലുവേഷനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഈ അസറ്റ്സുകളൊക്കെ എന്ത് ചെയ്യണം? ക്യാഷ് ഉണ്ടോ? ക്യാഷ് ഇല്ല. അപ്പം അസറ്റ്സുകളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റണം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. കാരണം ഈ ബിസിനസ് ഡിസൊല്യൂട്ട് ചെയ്യുക റിയലൈസേഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അസറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഡെപ്റ്റർ, സ്റ്റോക്ക്. അപ്പം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് അല്ലേ? അപ്പൊ ഐറ്റംസ് നോക്കാം. 50, 10, 20, 30. 50,000, 10,000, 20,000, 30,000. ഓക്കെ. ഇനി എന്ത് ചെയ്യണം നോക്കാം. ലയബിലിറ്റീസ് ആകെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ? എത്ര? 10,000. അപ്പം ലയബിലിറ്റി ഇപ്പുറത്തെ സൈഡിൽ എഴുതണം. എന്താ? ക്രെഡിറ്റേഴ്സ് 10,000 അല്ലേ? 10,000. ഇനി എന്ത് ചെയ്യണം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 80,000 കിട്ടി ക്യാഷ് ആയിട്ട്. ഫർണിച്ചർ 20,000. ഡെപ്റ്റേഴ്സ് 10% കുറവാ. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ എത്ര? 20,000. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ 10% 2,000 കുറച്ചു. 20,000 2,000 കുറച്ച് എത്ര ഉണ്ടാവും? 18,000 കിട്ടും അല്ലേ? ഓക്കെ. ഇനി അടുത്തായിട്ട് എന്താ? സ്റ്റോക്ക് ടേക്കൺ ഓവർ രാഹുൽ. സ്റ്റോക്ക് രാഹുൽ എടുത്തു. അപ്പൊ രാഹുൽ ക്യാഷ് ആയി കിട്ടൂല. അപ്പം
റിയലൈസേഷനിൽ ക്യാഷ് ആയിട്ട് എത്ര കിട്ടും? ക്യാഷ് എന്താ? അസറ്റ് സോൾവ് ചെയ്തപ്പോൾ എത്ര കിട്ടി? ടോട്ടൽ 80, 1,18,000. ക്യാഷ് ആയിട്ട് 1,18,000 കിട്ടി. ഇനി ആര് ഏറ്റെടുത്തു? നമ്മുടെ രാഹുൽ ഏറ്റെടുത്തു. അപ്പം രാഹുൽ ഇതിപ്പോ എന്താ ഒരുമാതിരി രാഹുൽ എന്നുള്ള പേര് കറക്റ്റ് കിട്ടുന്നല്ലോ. രാഹുൽ ക്യാപിറ്റൽ എത്രയാ? 10,000 ഏറ്റെടുത്ത്. സോ 10,000. ക്രെഡിറ്റർ പേ ചെയ്തോ? അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഈ ക്രെഡിറ്റർ 10,000 റുപ്പീസിന് തന്നെ കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പം ക്യാഷ് 10,000. സോ നോക്കാം ടോട്ടൽ. ഐ തിങ്ക് ഇവിടെ വരുന്നത് 1,20,000, 1,30,000. ഇവിടെ ഈ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ കേട്ടോ. ഇപ്പൊ ഇവിടത്തെ 60, 80, 90, 120. അപ്പൊ ബാക്കി 18,000 ഉണ്ടാവും. സോ 18,000 ആണ് ഡിഫറൻസ് ഉണ്ടാവുക കേട്ടോ. 60, 80, 110, 120, 138, 1,38,000. റീവാലുവേഷൻ നമുക്ക് എന്താ? റിയലൈസേഷൻ എന്താ ഉള്ളത്? പ്രോഫിറ്റ് ആണോ? യെസ്. ഏത് റേഷ്യോ ഷെയർ ചെയ്യണം? അവരുടെ റേഷ്യോ ഏതാ? 3:2. അപ്പൊ 18,000 3:2 ഷെയർ ചെയ്യുമ്പോൾ 6,000, 4,000, പിന്നെ 9, 6,000, 10,800, 7,200. ആർക്കൊക്കെ? കറക്റ്റ് തന്നെയല്ലേ? ആരൊക്കെ? രാഹുലും രവിക്കും. സോ രണ്ടുപേർക്ക് എന്ത് ചെയ്യാം? നമുക്ക് രാഹുൽ, രവി റിയലൈസേഷൻ കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ഇത്ര പരിപാടിയേ ഉള്ളൂ. അതായത് ഈ 18,000 നമ്മൾ എന്ത് ചെയ്യണം? 18,000 ഇൻറ്റു എത്രയാ? 3/5. അപ്പം ഇവിടെ 5 ഇടുക. ഇവിടെ പറയുമ്പം 3, 30, 6, 3,600 3 എത്രയാ? 9, 10,800. 10 10,800 കിട്ടും. അപ്പൊ ബാലൻസ് എത്രയാ? 7,200 ആണ് ഉണ്ടാവുക, നമ്മുടെ രവിക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ബൈ ബാലൻസ്. ഇവരുടെ ബാലൻസ് എത്രയുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഓൾറെഡി ബാലൻസ് ഷീറ്റിലുണ്ട്. എത്ര? 60, 40 ആണ്. സോ 60,000. രാഹുലിന് 60,000. ഇവിടെ 40,000. പിന്നെ എന്നിട്ട് ബൈ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? 10,800 രാഹുലിനും 7,200 രവിക്കും ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഇവിടെ ടു റിയലൈസേഷൻ എന്നുണ്ട്? ഒരു ശേഷൻ. റിയലൈസേഷനിൽ രാഹുൽ എന്ത് ചെയ്തിട്ടുണ്ട്? അസറ്റ് എടുത്തിട്ടുണ്ട്. സോ 10,000 റുപ്പീസ്. 10,000 റുപ്പീസിന് എന്ത് ചെയ്തു? സ്റ്റോക്ക് ഏറ്റെടുത്തു. ആര്? രാഹുൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ വരും 47,200. ഇവിടെ 7,800. സോ ഇവിടെയും 47,200 മാറ്റം ഉണ്ടാവില്ല. 47,200. ഇവിടെ 7,800. പക്ഷേ 70 എന്നുള്ളത് മാറ്റി 6,800 ആവും ബാലൻസ് ടു ക്യാഷ്. അഥവാ ആ എമൗണ്ട് എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഓക്കെ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. അഥവാ അഖിൽ, ബിപിൻ, ചന്ദൻ 3 ആൾക്കാർ പാർട്ട്നേഴ്സാണ്. അഖിൽ റിട്ടയർ ചെയ്യാണ്. റിട്ടയർ ചെയ്യുമ്പോൾ 1,20,000 കൊടുക്കാനുണ്ട്. ഇവരെന്ത് ചെയ്തു? 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 10% ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. 4 വർഷം. സോ എങ്ങനെയാണ്? പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. സോ ഫസ്റ്റ് എന്താണ്? ബൈ വേണ്ടല്ലേ? കളർ മാറ്റാൻ ഒരു രസമുണ്ടോ അല്ലേ? ബൈ ക്യാപിറ്റൽ. ആരെ? നമ്മുടെ ആരെ ലോണത്? അഖിലല്ലേ റിട്ടയർ ചെയ്യുന്നത്? ഇല്ല, അഖിൽ. സോ ആരെ? അഖിൽസ് നടക്കും. സോ അഖിലിന്റെ ക്യാപിറ്റലിന് എത്ര? 1,20,000 ആയി. സോ ഇതെന്താണ്? ഇയർ 1 ഫസ്റ്റത്തെ വർഷം ഇൻട്രസ്റ്റ് എത്രയാ? ഇൻറ്റു 10% അല്ലെ? 10/100 എത്രയാ? 12,000 രൂപ. 12,000 റുപ്പീസ് കിട്ടും അല്ലെ? സോ 12,000 ആണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലെ? സോ 12,000. സോ ബൈ ഇൻട്രസ്റ്റ് 12,000. ടോട്ടൽ എത്ര ഉണ്ടാവും? 1,32,000. നമ്മൾ എങ്ങനെ ഇത് ഈ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത്? 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റാ. അപ്പം 1,20,000 ബൈ 4 = 30,000. പിന്നെ എന്തുണ്ട്? വിത്ത് 10% ഇൻട്രസ്റ്റ് അല്ലെ? അപ്പൊ ഫസ്റ്റത്തെ വർഷം ഇയർ 1 എത്ര കൊടുക്കും? 30,000 പ്ലസ് 12,000 = 42,000 കൊടുക്കും അല്ലെ? 42,000 കൊടുക്കും. സോ ടു ക്യാഷ് 42,000 കൊടുത്തു. ടു ബാലൻസ് എത്ര ഉണ്ടാവും? 90,000. സോ 1,32,000 കംപ്ലീറ്റ് ആയി. ടക്കണേ ബൈ ബാലൻസ്. അടുത്ത വർഷം ഏത്? ഇയർ 2 ബാലൻസ് എത്ര ഉണ്ടാവും? 90,000 ഉണ്ടാവും. ഇതിന് ഇൻട്രസ്റ്റ് എത്ര? 10% = 9,000. സോ 9,000 ഇൻട്രസ്റ്റ് അല്ലേ? ബൈ ഇൻട്രസ്റ്റ്. അപ്പം 99,000 ഉണ്ടാവും.
മൂന്നാമത്തെ വർഷം എത്ര കൊടുക്കുക? ടു ക്യാഷ് വീണ്ടും 30,000 പ്ലസ് എത്ര 9,000 കൊടുക്കും. അപ്പൊ എത്ര 39,000. അപ്പൊ രണ്ടാമത്തെ വർഷം എത്ര കൊടുത്തു? 39,000 ക്യാഷായി കൊടുത്തു. അപ്പൊ ടു ബാലൻസ് എത്ര ബാലൻസ് ഉണ്ട്? 39,000 കുറച്ചാൽ ബാക്കി 60,000 ഉണ്ടാവും. ടോട്ടൽ 99,000. ഇയർ 2 കഴിഞ്ഞു. ബൈ ബാലൻസ് മൂന്നാമത്തെ വർഷത്തെ ബാലൻസ് 60,000. 60,000 10% എത്ര? 6,000. സോ 6,000 66,000 ബൈ ഇൻട്രസ്റ്റ് 6,000. ടു ക്യാഷ് എത്ര കൊടുക്കും? 30,000 പ്ലസ് എത്ര കൊടുക്കും? പ്ലസ് 6,000 കൊടുക്കും. അപ്പൊ 36,000. മൂന്നാമത്തെ വർഷം 36,000 കൊടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടു ക്യാഷ് 36,000 കൊടുക്കും. ബാലൻസ് എത്ര ഉണ്ടാവും? ടു ബാലൻസ് 30,000 ഉണ്ടാവും. സോ ടോട്ടൽ 66,000. സോ ഇതോടും കഴിഞ്ഞു. ഇനി അവസാന വർഷം എന്താ? ബൈ ബാലൻസ് 60 അല്ല 30 അല്ലേ? ചെറിയ മിസ്റ്റേക്ക് പറ്റി. എത്ര? ബൈ ബാലൻസ് 30,000. ഈ 30,000 10% എത്ര? 3,000. അപ്പൊ 30,000 പ്ലസ് 3,000 ഈസ് ഈക്വൽ ടു 33,000. മൂന്നാമത്തെ വർഷം എന്താ? ടു ക്യാഷ് 33,000 ബാലൻസ് ഉള്ള എമൗണ്ട് മൊത്തം കൊടുക്കും. ബാലൻസ് എന്താ? ടു ബാലൻസ് 0. 30,000 30 അല്ല 33,000 മൊത്തം നമ്മൾ കൊടുത്തു. 33,000 മൊത്തം കംപ്ലീറ്റ് ആക്കി കൊടുത്തു. ഇതാണ് ലോൺ അക്കൗണ്ട്. കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? അടുത്ത എന്താണ്? നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്ന കേസാ. അർപ്പിത ബിനിത രണ്ടാൾക്കാരുടെ പാർട്ട്നേഴ്സ് 3:2 ആണ് അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ നോക്കാം എന്താ? ഫർണിച്ചർ ആൻഡ് സ്റ്റോക്ക് ആർ ഡിപ്രീസിയേറ്റഡ് 10%. ഫർണിച്ചറിന്റെ വാല്യൂ 15,000. അപ്പൊ 1,500 ഡിപ്രീസിയേറ്റ് ചെയ്തു. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 10% 3,000 ഡിപ്രീസിയേറ്റ് ചെയ്തു അല്ലെ? പിന്നെന്താ? ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് 20,000. ഡെപ്റ്റർ 5% കുറഞ്ഞു അല്ലെ? അപ്പം 20,000 5% എത്രയാ? 2,000 1,000 കുറഞ്ഞു. സുനിത ബ്രിങ് 50,000 ക്യാപിറ്റൽ 30,000 ഗുഡ് വിൽ. പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് വിൽ ആയിട്ട് 30,000 കേട്ടോ. സോ നോക്കാം റീവാലുവേഷൻ ഫസ്റ്റ് എന്താ? സ്റ്റോക്കും ഫർണിച്ചറും. സോ ഏത് സൈഡിലാ? ക്രെഡിറ്റ് സൈഡോ ഡെബിറ്റ് സൈഡിലോ? ഡെബിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക? കാരണം അസറ്റ് കുറയാ ചെയ്യുന്നത്. സ്റ്റോക്ക് ഫർണിച്ചർ. സ്റ്റോക്ക് എത്ര കുറഞ്ഞു? സ്റ്റോക്ക് കുറഞ്ഞത് 1,500. സ്റ്റോക്ക് 3,000 കുറഞ്ഞു. ഫർണിച്ചർ 1,500 കുറഞ്ഞു. സ്റ്റോക്ക് 3,000 ഫർണിച്ചർ 1,500. ഇനി എന്താ ഉള്ളത്? ബിൽഡിംഗ് 20,000 കൂടി അപ്രീസിയേറ്റഡ്. സോ ബിൽഡിംഗ് 20,000. അപ്പൊ ബിൽഡിംഗ് വലിയ എമൗണ്ട് കൂടി അപ്പം പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ പ്രൊവിഷൻ 1,000. സോ ഡെപ്റ്റേഴ്സ് പ്രൊവിഷൻ 1,000 rupees. ഇനി എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ല. റീവാലുവേഷൻ പുള്ളി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. റിസർവ്സ് കാര്യങ്ങൾ വേറെ ഒന്നും എക്സ്ട്രാ അധികം ചെയ്യാനില്ല കേട്ടോ. ഇങ്ങനെയുണ്ട്. ബിൽഡിങ്ങിന് ഡെപ്റ്റേഴ്സ് കഴിഞ്ഞു അല്ലേ? ഡെപ്റ്റേഴ്സ് എത്ര ആക്ച്വലി? കറക്റ്റാ. ടോട്ടൽ ചെയ്യാം 20,000. ഈ സൈഡിൽ 20,000 വരിക. കാരണം എന്താ? ഉറപ്പാണ് നമുക്ക് ഈ എമൗണ്ട് വരിക എന്നുള്ളത്. 1,500 1,000 2,500 5,500 5,500 14,500 ഉണ്ടാവും. എത്രയാ? 14,500 ആണെന്ന് ഉണ്ടാവുക ബാലൻസ് ഉണ്ടാവുന്നത് കേട്ടോ. ഈ ഒരു ഇതിൽ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല. പതിനേഴ് 18 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അല്ലേ? അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഞാനത് അതാ ഞാൻ ആലോചിക്കുന്നത്, ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടല്ലോ എന്നുള്ളത്. ഓക്കെ, സീനില്ല, ലാസ്റ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മളെ റീവാലുവേഷന് 14,500 അല്ലേ? സോ 14,500 ആണെന്നുള്ളത് നമുക്ക് റീവാലുവേഷൻ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്. അത് എന്ത് ചെയ്യണം? അത് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്? അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാ? 3:2. സോ 14,500 ഇൻറ്റു 3/5 എത്രയാണ്? 8,700. ആരൊക്കെ? 8,700 ഇൻറ്റു 2/5 എത്രയാ? 5,800. പാർട്ട്നേഴ്സിന്റെ പേരെന്തൊക്കെ? അപ്രിത, എയും ബിയും. അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ, എ ആൻഡ് ബി. കാരണം ഇതാണ് ഒരു ബുദ്ധിമുട്ടാണ്. സോ ടോട്ടൽ. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ക്യാപിറ്റൽ അക്കൗണ്ട് വരെ ബാലൻസ് ചെയ്തണ്ടേ? സോ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്താ? 70. സോ 2 അല്ല ബൈ ബാലൻസ് 70,000
70,000 ബൈ ക്യാഷ്. പുതിയ പാർട്ണർ ക്യാഷ് കൊണ്ടുവന്നത് എത്രയാ കൊണ്ടുവന്നത്? എത്ര കൊണ്ടുവന്നത്? 50,000 ക്യാപിറ്റലും 30,000 ഗുഡ്വില്ലും കൊണ്ടുവന്നു. സോ 50,000 ക്യാപിറ്റൽ ബൈ ഗുഡ്വിൽ 30,000 ഗുഡ്വിൽ. ഏത് റേഷ്യോയില്? 30,000 എന്ത് ചെയ്യണം? 3:2 വീതിക്കണം അല്ലെ, ഇൻറ്റു 3/5 ഇൻറ്റു 2/5. സോ 18,000 12,000. സോ ഗുഡ്വിൽ 18,000 എക്ക് ഉണ്ടാവും, 12,000 ബിക്ക് ഉണ്ടാവും കേട്ടോ. അവരുടെ പേര് AB ഞാൻ ഇട്ടുന്നുള്ളൂ കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. റീവാലുവേഷന് പ്രോഫിറ്റ് എത്രയാ? 8,700 5,800. സോ ബൈ റീവാലുവേഷൻ എത്രയാ? 8,700 5,800 8,700 5,800. വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? വേറെ ജനറൽ റിസർവ്സ് അങ്ങനത്തെ ഐറ്റംസുകളൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ടോട്ടൽ ചെയ്യാൻ പോവാണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റംസും ഇല്ല, അല്ല ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റം ഇല്ല കേട്ടോ. സോ 50,000 ഇവിടെ ടോട്ടൽ 50,000 വരിക. ഇവിടെ 70 82 87,800. ഇവിടെ 88 96,700. സോ 96,700 87,800 50,000. ഞാൻ നിങ്ങളുടെ ബാലൻസ് ഇവിടെ ചെയ്ത 96,700 87,800 50,000. നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യില്ല, എന്തായാലും നിങ്ങൾക്ക് വരില്ല. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനി ഈ അപ്രോപ്രിയേഷൻ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണ്ടേ? അതിലുള്ള സ്പേസ് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ചെയ്യാം, അപ്രോപ്രിയേഷൻ കൊണ്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു സ്മോൾ സ്പേസ് മതി അപ്രോപ്രിയേഷൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് എവിടെ എത്രയാ? നെറ്റ് പ്രോഫിറ്റ് പറയുന്നില്ലല്ലോ. നെറ്റ് പ്രോഫിറ്റ് 50,000. സോ 50,000 ഇവിടെ എഴുതി. ഇനി എന്താ ഉള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8%. സോ ക്യാപിറ്റൽ 60,000 ഇൻറ്റു 8% എത്ര വരിക? 4,800. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആരൊക്കെയാ? നമ്മുടെ അരുൺ വിമൽ. അരുൺ എത്ര ഉണ്ടാവും? 4,800 ഉണ്ടാവും. 40,000 ഇൻറ്റു 8% എത്ര വരുന്നത്? 3,600 ഉണ്ടാവും അല്ലെ? കറക്റ്റ് ആണ്, 3,600 ഉണ്ടാവും. അങ്ങനെ തന്നെ അല്ലേ? സോറി, 3,600 അല്ല, 3,200 ആണ്. ചെയ്തപ്പം തെറ്റിപ്പ്. 3,200 രൂപ. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ എത്ര വരുന്നത്? 8,000 rupees. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ 8,000 വരും. സോ ദെൻ സാലറി 500 പെർ മന്ത്. 500 ഇൻറ്റു 12 എത്ര? സാലറി ആർക്കാ? സാലറി ടു അരുൺ. 500 ഇൻറ്റു 12 എത്ര? 6,000. സോ സാലറി 6,000 വരും. ഇനി കമ്മീഷൻ 2,000 ആർക്കാ? വിമലിന്. സോ കമ്മീഷൻ വിമലിന് 2,000. ഇനി എന്തുണ്ട്? ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് അരുണും വിമലിനും അല്ലെ നോക്കാം. പക്ഷെ അതിന് മുന്നേ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5% ഉണ്ട് അല്ലെ? ഇൻട്രസ്റ്റ് എത്രയാ? 5,000. അപ്പൊ 5,000 ഇൻറ്റു 5/100 എത്രയാ? 250. പക്ഷെ ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സിന്റെ ഡേറ്റ് പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പകുതി മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5,000 ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ 250/2 = 125. അത്രേ കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എന്താ? 4,000 അല്ലെ? 4,000 ഇൻറ്റു 5% എത്രയാ? 200. അഥവാ 200ന്റെ പകുതി എത്രയാ? 200 ഇൻറ്റു 6/12 എത്രയാ? 100. സോ 125ഉം 100 മാത്രമേ കിട്ടുള്ളൂ. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര? അരുണും വിമലിനും. അരുണിന് 125ഉം വിമലിന് 100ഉം. അപ്പൊ 225 ഉണ്ടാവും. 50,225 ആണ് ടോട്ടൽ ഉണ്ടാവുക. 50,225. അപ്പൊ ഈ 50,225 നിന്ന് നമ്മൾ എന്തൊക്കെ കുറയ്ക്കണം? ഇവർക്കുള്ള സാലറി കുറയ്ക്കണം അല്ലെ? എന്തൊക്കെയാണ്? 50,225 മൈനസ് ഇവരുടെ സാലറി ആയ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയ 8,000 കുറയ്ക്കണം. പിന്നെ സാലറി ആയ 6,000 കുറയ്ക്കണം. പിന്നെ ഇവർക്കുള്ള കമ്മീഷൻ ആയ 2,000 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 34,000 എത്ര? 34,225 കിട്ടും. ഈ 34,225 3:2 ഡിവൈഡ് ചെയ്യണം അല്ലെ? സോ ഇസ് ഈക്വൽ ടു ബൈ 3 അല്ല, ബൈ 5 ഇൻറ്റു 3 എത്രയാ? 20,535. എത്രയാ? 20,535ഉം
13,690. സോ ടോട്ടൽ 34,225 ഇവരെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത്. അപ്പൊ മൊത്തം കിട്ടിയ 50,000 പ്ലസ് അതിന് കിട്ടിയ പ്രോഫിറ്റ് ആയി കിട്ടിയ ബിസിനസിന് പ്രോഫിറ്റ് ആയ 50,000 അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയ 225. അത് 225 അല്ലേ, 5000 × 5% എന്ന് പറയുമ്പോൾ 50 × 5 കറക്റ്റ് ആണ്. 250, 125, 125, 100. അപ്പൊ 220. അപ്പൊ ടോട്ടൽ 50,225 ബാലൻസ് നമുക്ക് ഷെയർ ചെയ്യാണ്ട്. അതിലെ ഇൻട്രസ്റ്റ് 8,000, സാലറി 6,000, കമ്മീഷൻ 2,000, കുറച്ച് പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ആയ 34,225 എന്ത് ചെയ്തു, നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി നമ്മൾ എന്തായി, ക്യാപിറ്റൽ അക്കൗണ്ട് മൊത്തം പോർഷൻ എന്തായി, നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് നമ്മുടെ എന്തുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പോർഷൻ കൂടി അല്ലേ, ഐ മീൻ പാർട്ട്ണർഷിപ്പിന്റെ കേസ് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ചെറിയൊരു പോർഷൻ കൂടി നോക്കാം. എന്താ കോഡിഫിക്കേഷൻ, എന്താ ദ നീഡ് ഓഫ് കോഡിഫിക്കേഷൻ. കോഡിഫിക്കേഷൻ എന്തിനാ ചെയ്യുന്നത്, സെക്യൂർ അക്കൗണ്ട്സ് റിപ്പോർട്ട്സ്, ഈസി പ്രോസസ് ഓഫ് ഡാറ്റ, ജനറേഷൻ ഓഫ് നെമോണിക് കോഡ്, എൻക്രിപ്ഷൻ ഓഫ് ഡാറ്റ. ഏതാ കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസി പ്രോസസ് ഓഫ് ഡാറ്റ, ഡാറ്റ ഈസിലി പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്ക്, കമ്പ്യൂട്ടറിന് അല്ലേ, സിസ്റ്റം. കമ്പ്യൂട്ടർ എന്താ, മെഷീനാണ്. സോ നമ്മളെ പോലെ പ്രോസസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡിഫിക്കേഷൻ ചെയ്യുന്നത് കേട്ടോ. ഗ്രൂപ്പിംഗ് ആൻഡ് കോഡിഫിക്കേഷൻ. ഫൈൻഡ് ദ ഓഡ് വൺ, ഇഫ് ആൻഡ് ഓർ സം. ഇതൊക്കെ എന്താ, ഇഫ് ആൻഡ് ഓർ, ഇത് മൂന്ന് എന്താ, ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, ലോജിക്കലാ. സം എന്താണ്, മാത്തമാറ്റിക്കൽ ആണ് കേട്ടോ. സോ ശ്രദ്ധിക്കണം. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് EMI. EMIക്ക് ഏതാണ്, PMT ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന പോലെ PMT കേട്ടോ. ദെൻ ഇത് ഏത് ഗ്രൂപ്പാന്ന് അറിയണം. ഏത് ഡിപ്രിസിയേഷൻ, ഏത് ഗ്രൂപ്പാണ് വരിക, ഡിപ്രിസിയേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരിക. നമുക്ക് പ്ലസ് 1 ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ്, സെയിലോ ഡയറക്റ്റ് ഇൻകം ആണ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലോഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെന്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ സിന്റാക്സ് ചെയ്തണം. എന്താണ് SLN സിന്റാക്സ്, എന്താ SLN കോസ്റ്റ്, സാലവേജ് വാല്യൂ, ലൈഫ്. അഥവാ SLN ആണ് ഇതിന്റെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് കാണാൻ വേണ്ടി, ഡിപ്രിസിയേഷൻ. അപ്പൊ അസറ്റിന്റെ കോസ്റ്റ് ചെയ്ത് അതിന്റെ സാലവേജ് വാല്യൂ, അതിന്റെ ലൈഫ് എഴുതിയാൽ എന്തായി, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. PMT അഥവാ നമ്മുടെ EMI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ PMT റേറ്റ് എത്ര ശതമാനമാണ് എഴുതുക, NPER എത്ര നമ്പർ ഓഫ് പേയ്മെന്റ്സുകൾ ഉണ്ടാവും, EMI എത്ര നമ്പർ വെക്കണം, PV ആ ലോണിന്റെ വാല്യൂ, പ്രസന്റ് വാല്യൂ എത്രയാണ്, ഫ്യൂച്ചർ വാല്യൂ ആണ് കൊടുക്കേണ്ട ടൈപ്പ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ, രണ്ടും കൊടുക്കണ്ട. ദെൻ റൈറ്റ് എനി 4 എലമെന്റ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് അല്ലെ, ഗ്രാഫ് ഓർ ചാർട്ട്. ഗ്രാഫോ ചാർട്ടിന്റെ 4 എലമെന്റ്, ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു എലമെന്റ്സ് ആണ് എപ്പോഴും ചോദിക്കുക. ചാർട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ, ചാർട്ട് ഫ്ലോർ, ചാർട്ട് ടൈറ്റിൽ, ചാർട്ട് സബ് ടൈറ്റിൽ, ഡാറ്റ സീരീസ്, ഡാറ്റ പോയിന്റ്, ലെജൻഡ്, ഇഷ്ടംപോലെ എക്സ് ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, ഇതൊക്കെ ഇതാ കേട്ടോ. സിമ്പിൾ ഏതെങ്കിലും 4 എഴുതിയാൽ മതി കേട്ടോ. ദെൻ പിവോട്ട് ടേബിളിലെ 2 യൂസ്. പിവോട്ട് ടേബിൾ ഒരുപാട് യൂസ് ഉണ്ട്. എന്താണ്, നമുക്കൊരു റിപ്പോർട്ട് ഫോർമാറ്റിൽ പ്രസന്റബിൾ ചെയ്യാൻ എന്ത് ചെയ്യും പറ്റും. അതുപോലെ എന്ത് ചെയ്യും, എൻഹാൻസ്, നമുക്ക് നല്ല ലേ ഔട്ടിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, കുറച്ച് അടിപൊളിയായിട്ട് ആൾക്കാർക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എന്ത് ചെയ്യും, അത് കാണിക്കും. ദെൻ ടൈം സേവ് ചെയ്യും അല്ലെ, ഈസി ആയിട്ട് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യും, നമ്മുടെ സമയം നല്ല രീതിയിൽ എന്ത് ചെയ്യും, സേവ് ചെയ്യും. വേറെയും ഒരുപാട് അഡ്വാൻറ്റേജ് ഞാൻ ജസ്റ്റ് 3 മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ദെൻ 2 ചോദിച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ 3 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്. ഓൾറെഡി ഇൻബിൽഡ് ആയുള്ള കുറച്ച് ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, P&L അക്കൗണ്ടും പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. ഈ 5 ഉണ്ടാവുക ഓൾറെഡി അവിടെ ഉണ്ടാവുന്ന എന്ത്, ഐ മീൻ 5 അല്ല 4. പ്രോഫിറ്റ് ആൻഡ് ലോസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് പഠിക്കാനില്ല. സാധാ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ P&L അക്കൗണ്ട് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ദെൻ റീഡ് ദ ട്രാൻസാക്ഷൻ, പ്രിപ്പയർ ടേബിൾ ടു ഷോ ലെഡ്ജർ ഗ്രൂപ്പ്. അഥവാ ഈ താഴെ കാണുന്ന ഐറ്റംസിന് എന്തൊക്കെ ലെഡ്ജറുകൾ വേണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ വേണം, ക്യാഷ് വേണം, ക്യാപിറ്റൽ വേണം അല്ലെ, അതിന്റെ ലെഡ്ജർ ഏതാണ്, അതിന്റെ ഗ്രൂപ്പ് ഏതാണ്, അതിന്റെ വൗച്ചർ ഏതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ ആണ്. പർച്ചേസ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ, ഗുഡ്സ് അക്കൗണ്ട് വേണം, ക്യാഷ് വേണം. സാലറി കൊടുക്കുമ്പോൾ എക്സ്പെൻസിന്റെ അക്കൗണ്ട് അഥവാ സാലറി അക്കൗണ്ടും വേണം, ക്യാഷും വേണം. സിമ്പിൾ ആണ്. ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. എന്ത്, ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാഷ് കറണ്ട് അസറ്റ് ആണ്, ക്യാപിറ്റൽ തന്നെ നണ്ണാണ്. വൗച്ചർ ഏതാ, റെസീപ്റ്റ് വൗച്ചർ അത് യൂസ് ചെയ്യുക, കാരണം ക്യാഷ് റിസീവ് ചെയ്യല്ലേ. പർച്ചേസ് ചെയ്യാണ്, അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ്, പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ക്യാഷ് കറണ്ട് അസറ്റാ, അതിന് ഏതാ പർച്ചേസ് വൗച്ചർ യൂസ് ചെയ്യാം. സാലറി കൊടുത്തു, അപ്പൊ ക്യാഷ് പേയ്മെന്റ് ആണ്, പേയ്മെന്റ് വൗച്ചറിൽ സാലറിയും ക്യാഷും. സോ സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസും ക്യാഷ് കറണ്ട് അസറ്റും ആണ് കേട്ടോ. ഇനി കൗണ്ട് ലോജിക്കൽ വാല്യൂസ്. ഇതിലെ ഈ ഫംഗ്ഷൻ ഏതാണ്, അതിന്റെ സിന്റാക്സ് ഏതാ നോക്കാം, ചോദിക്കാം. കൗണ്ട് ലോജിക്കൽ വാല്യൂസ്, ടെക്സ്റ്റ് ഓർ എറർ വാല്യൂസ്. അഥവാ കുറെ ടേബിൾ, കുറെ സെല്ലിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിലെ ലോജിക്കൽ വാല്യൂസ്, ടെക്സ്റ്റ്, എറർ വാല്യൂസ് എന്ത് ചെയ്യണം, നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഏത് ഫംഗ്ഷനെ യൂസ് ചെയ്യുക, കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, നമ്പറോ ടെക്സ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കൗണ്ട് ചെയ്യും. അതിന്റെ ഇതെന്താണ്, സിന്റാക്സ് എന്താണ്, കൗണ്ട് തന്നെ അതിന്റെ ഇത്. അപ്പൊ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞപ്പോൾ കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ടിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ കൗണ്ട് റേഞ്ച് ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അടുത്തത് എന്താ,
കറണ്ട് ഡേറ്റ് വിത്ത് ടൈം. അപ്പൊ നൗ ആണ്, അഥവാ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഏതാ നൗ, അഥവാ നൗ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനിലാണ് നൗ ഇട്ടിട്ട് ആ ഡേറ്റ് ഇട്ടാൽ മതി കേട്ടോ. മൂന്നാമത്തെ എന്താണ്, ജോയിൻ ടു ഓർ മോർ ടെക്സ്റ്റ് സ്ട്രിങ്. കുറെ ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പം ഐ ലവ് അക്കൗണ്ടൻസി, ഇങ്ങനെ 3 ടെക്സ്റ്റ് ഉണ്ട്. അത് 3 ഒരുമിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് കോൺസാറ്റിനേറ്റായി യൂസ് ചെയ്യാം കേട്ടോ. സോ ടെക്സ്റ്റ് 1 ഫസ്റ്റ് ടെക്സ്റ്റ്, സെക്കൻഡ് ടെക്സ്റ്റ്, തേർഡ് ടെക്സ്റ്റ് ഇട്ടാൽ അതൊരു സെന്റൻസ് ആയി വരും. ദെൻ 32ാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ എന്താ, കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ഒരുപാട് ലിമിറ്റേഷൻ എന്തൊക്കെയാ, അയ്യോ ഇതില്ലേ, ഫാസ്റ്റർ ഒബ്സർവേഴ്സ് ഓഫ് ടെക്നോളജി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ദെൻ ഡാറ്റ പോവാൻ സാധ്യത, പവർ ഇന്ററപ്ഷൻ കാരണം. ഹാക്കിങ്ങിന്റെ സാധ്യത ഉണ്ട്. റിപ്പോർട്ട്സ് കനോട്ട് ബി ജനറേറ്റഡ്, അഥവാ പ്രോഗ്രാം ചെയ്യാതെ സ്പെസിഫിക് അല്ലാത്ത റിപ്പോർട്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി വേറെയും കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഹൈ കോസ്റ്റ്, അഥവാ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാനുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അടുത്ത എന്താണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലിബറെ ഓഫീസ് ബേസിലെ 3 ഒബ്ജക്ട്സ്, 4 ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, ടേബിൾ, ക്യൂറി, ഫോംസ്, പിന്നെ റിപ്പോർട്ട്സ് അല്ലേ. അപ്പൊ ടേബിൾ എന്താ, ക്യൂറി എന്താ, ഫോംസ് എന്താ, റിപ്പോർട്ട്സ് എന്താ? സിമ്പിൾ ആണ്. ടേബിൾ എന്തിനുള്ള, നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ആണ്. ക്യൂറി എന്ന് പറയുന്നത് എന്തെങ്കിലും ഡാറ്റ നമുക്ക് എടുക്കണമെങ്കിൽ അല്ലെ ആവശ്യമുള്ള ക്യൂറി ഇൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോംസ് എന്താണ്, അതിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രസന്റബിൾ ഫോർമാറ്റിൽ അതിന്റെ ഡാറ്റ റിട്രീവ് ചെയ്യാൻ എന്ത് ചെയ്യും, നമുക്ക് ഈ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഈ മോഡൽ എക്സാം കിട്ടിയത്. ഫൈനൽ എക്സാം ഇതേപോലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആശംസിക്കാം. മോർ ഓവർ ഇതേപോലെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, അഥവാ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് ചാപ്റ്റർ വെച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണണം. ഒരു ചാപ്റ്റർ മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ഗുഡ് ബൈ, ബൈ ബൈ.